ദിവസം നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല രാത്രി കാലവും സർവശക്തനാധിപൻ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മൾ ദൈവസ്ഥലിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 5-ാം സെക്ഷൻ ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 2 പകലും 2 രാത്രിയിലും ദൈവസഭയായ ദിവസം താണിരിപ്പാൻ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വിശേഷാൽ കർത്തൃദാസൻ ഇന്ന് പകൽക്കാലം കർത്താവിനെ മതിയായിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവശബ്ദങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃദാസനെ കർത്താവ് ഇന്ന് പകൽക്കാലം ശക്തിയോടെ ഉപയോഗിച്ചെന്ന് കേൾപ്പാനിടയായി. കർത്താവ് ഇന്ന് രാത്രികാലവും ശക്തിയോടെ ഉപയോഗിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെ നമുക്ക് ദൈവസ്ഥലിലായിരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ എത്ര ശക്തനായ ദൈവദാസൻ വന്നാലും കേൾക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ സംസാരിക്കാൻ ദൈവം തയ്യാറാകില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഈ കർത്തൃവേല നിൽക്കുന്ന ഞങ്ങളോട് ചോദിച്ചാലേ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ജനം ഒരുക്കമില്ലെങ്കിൽ സർവശക്തൻ നമ്മുടെ ഭാഷ പറഞ്ഞാൽ വെയിറ്റ് ഇടും. ദൈവം മാന്യതയുള്ള അതിഥിയാ. ദൈവം മാന്യതയോടെ തന്നെ നിൽക്കും. കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരോട് സംസാരിക്കാൻ ദൈവത്തിന് മനസ്സില്ല. ഇടയ്ക്ക് നിൽക്കുന്ന ശുശ്രൂഷകന്മാരാ പാടുപെടുന്നത്. വിളിച്ചിട്ട് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? പ്രസംഗിക്കാൻ പറ്റുമോ? ആ ഒരു ബുദ്ധിമുട്ട് ദൈവദാസന്മാർക്ക് വരരുത്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. കേൾക്കുക മാത്രമല്ല, കർത്താവെ ഒരു പുത്തൻ അനുഭവം. ഓരോ ഉപവാസ പ്രാർത്ഥനയും വെറും ചടങ്ങുകളല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ രാത്രിയാക്കി മാറ്റണം. ചില തലങ്ങൾ, എല്ലാ തലങ്ങളിലും ഒന്നും നമ്മൾ വിടുവിക്കപ്പെട്ടിട്ടില്ല. ചില തലങ്ങൾ ഇനിയും വിടുവിക്കപ്പെടാൻ കിടപ്പുണ്ട്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ ദൈവത്തിലെ. അല്ലെങ്കിൽ അന്നന്ന് വേണ്ട മന്ന ഓരോ ദിവസവും കരുതിയ ദൈവം, അല്ലെങ്കിൽ ഈ 2015 മാർച്ച് മാസം വെളിപ്പെടേണ്ടതായ വിടുതലുകളെ കർത്താവ് ഇന്ന് രാത്രികാലം പകരുവാൻ ആഗ്രഹിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. കർത്തൃത്വത്തിനെ സൂക്ഷിക്കായി ക്ഷണിക്കുന്നു. എല്ലാ കണ്ണുകളും ചിലുമിറ്റികളടച്ച് പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ മഹത്വമുള്ള വചനവുമായി നമുക്ക് കർത്താവിൻ്റെ സമീപയായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല കൃപകളെ ഓർത്ത് നമുക്കെല്ലാം കണ്ണുകളെ അടച്ച് ചില മിനിറ്റുകൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ. ഇന്ന് രാത്രിയിലും സ്വർഗത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെല്ലാം ഒന്ന് സമർപ്പിച്ചാട്ടെ. സ്തോത്രം. ഒരുക്കമുള്ളവരുടെ മുമ്പിൽ സ്വർഗം ഒരിക്കലും അതരത്തെ അടച്ചു വെച്ചിട്ടില്ല. ആമേൻ. അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് ഒരുക്കത്തോടെ ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. നാം ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ആമേൻ. ഒരു ആത്മാവാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. ആത്മാവിൽ വസിക്കുന്നവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന് അസാധാരണമായ പ്രവൃത്തികളെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് ദൈവം അടയാളങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ചില മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നിൻ്റെ മഹത്വമുള്ള വചനം ഞങ്ങൾ ഇടപെടണം. സ്വർഗീയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. ഞങ്ങളുടെ തലമുറകളോട് നീ സംസാരിക്കണം. എൻ്റെ കുടുംബത്തോട് സംസാരിക്കണം. എൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണ് കർത്താവേ? ആ വേദനയ്ക്ക് പരിഹാരം നിൻ്റെ വചനത്തിലുണ്ടല്ലോ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വചനത്തിനൊന്നും മറവല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിനൊന്നും മറവല്ല. അങ്ങനെയെങ്കിൽ ചില മിനിറ്റുകൾ ഒരു നല്ല ആമേൻ ആമേൻ ആരാധന, ആമേൻ അപ്പരങ്ങൾ തുറന്ന ചില മിനിറ്റുകൾ നമ്മുടെ ദൈവത്തിന് കൊടുത്തു തുടങ്ങിയാട്ടെ. എല്ലാവരും വചനങ്ങൾ തുറന്നാട്ടെ. ഉഡാബൽ ഹൗഷസി അന്തർഗമാന അർത്ഥര ജഗൽക്കര ജഗൽക്കമന ഘടകസി. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനത്തിൻ്റെ വാതിലങ്ങ് തുറക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തോടങ്ങ് ഇടപെടണമേ. ഇന്ന് രാത്രി കൂട്ടിവരുത്തി എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് അസാധാരണ പ്രവർത്തികളെ ഇന്ന് രാത്രിയിൽ ചെയ്തെടുക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആത്മീകമായി മുന്നേറുവാൻ കഴിയാതെ, ആത്മീകമായി അടുത്തൊരു ലെവലിൽ കയറാൻ കഴിയാതെ, അടുത്തൊരു സ്പിരിച്വൽ റലത്തിലെത്താൻ കഴിയാതെ വണ്ണം ആത്മമണ്ഡലത്തെ തടുക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ഇന്ന് രാത്രി ആരാധനയ്ക്ക് നടുവിൽ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം രാത്രിയിൽ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അത് ആമേനൊരു മരം പിഴുതെടുക്കുന്നത് പോലെ, ഒരു ചെടി പിഴുതെടുക്കുന്നത് പോലെ ഇന്ന് രാത്രി വഴിമാറട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഊടാബാബ ഷൈഡാരാജ അർത്ഥാമാന റീബാബാബ അർത്ഥനരാജ ഊടലകത്തുല രഗജലകൽക്കമ റീബല ഭൗഷല സന്തലരാജല ഗത്തുലരാജല വൈഡാമാമ
ഊടകരച്ചെ സർത്തമനാതെ വൈഡപരത്തെ റീബലബാനെ ശബ്ദലകത്തെ ആരെയും ദൈവം വെറുതെ അയക്കരുതേ. എല്ലാവരുടെ മേലും ഇന്ന് രാത്രി വചനത്തിന്റെ മഹത്വത്തെ പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി വചനത്തിന്റെ വാതിൽ അങ്ങ് തുറക്കും. അങ്ങയുടെ അഭിഷിക്തന്മാരെ അനുഗ്രഹിക്കും. ഞങ്ങളെല്ലാം തൃക്കരത്തിൽ താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കരവ് ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ സ്വർഗം നൽകിയ നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിജു, അദ്ദേഹത്തിൻ്റെ കുടുംബം, ആമേൻ, ഈ സഭയുടെ സഹശുശ്രൂഷകരായ കർത്താവിൻ്റെ ദാസൻ പ്രവീൺ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോഫിൻ, മറ്റ് വിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളെ അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചേർന്നൊരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുഖവരുകൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സുപരിചിതമായ ഒരു വേദവാക്യത്തിൽ നിന്ന് നമ്മുടെ ചിന്ത ആരംഭിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വേദവാക്യങ്ങൾ. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ വളരെ സുപരിതമായ ഒരു വാക്യത്തിൽ നിന്നാണല്ലോ നമ്മുടെ ചിന്ത ഇന്ന് രാത്രി ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നു, അന്ന് സന്ധ്യയായപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ആമേൻ. അവർ ഒരുമിച്ച് അക്കരയ്ക്ക് പോകുമ്പോൾ ഉണ്ടായ ചില പ്രത്യേക അനുഭവങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. സ്തോത്രം. അവിടെ പറയുന്നു, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരെ തൻ്റെ അടുക്കൽ വിളിച്ച് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മം അവർക്ക് കൈമാറി. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ ഒന്ന്, കർത്താവ് തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. 2, തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. കർത്താവ് ബോധിച്ചവരെ അടുക്കൽ വിളിക്കുകയും ഇഷ്ടപ്പെട്ടവരെ അടുക്കൽ വിളിച്ചെങ്കിൽ അവർ മടങ്ങിപ്പോകുമ്പോൾ സാധാരണക്കാരായി പോകാൻ ദൈവം ആഗ്രഹിച്ചില്ല. അവരെ വ്യത്യസ്തരാക്കി ദൈവം മടക്കി അയച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുക, ഇന്ന് രാത്രി ഈ പ്രാർത്ഥനാ ഹാളിൽ നീ കാല് ചവിട്ടിയെങ്കിൽ, ഇന്ന് രാത്രി ഈ ആരാധനയ്ക്ക് മധ്യേ നീ എത്തിയെങ്കിൽ, നീ വെറും കൈയോടെ പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി അവൻ്റെ അടുക്കൽ വന്നവരുടെ സ്ഥിതിയെ അവൻ മാറ്റിയെങ്കിൽ, ഈ രാത്രി നിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം തരാൻ, ഈ രാത്രി നിന്റെ നിലവാരത്തിനൊരു മാറ്റം തരാൻ, ഇന്ന് രാത്രി ഇതുവരെ നീ ആയിരുന്ന നിലവാരത്തിനപ്പുറം ഒരു പുതിയ മേഖലയിലേക്ക് എൻ്റെ ദൈവത്തിന് നിന്റെ കൈപിടിച്ചുയർത്തുവാൻ ഇന്ന് രാത്രിയിലും പദ്ധതിയുണ്ട് എന്ന് ശക്തമായി ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് തനിക്ക് ബോധിച്ചവരെ അടുക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിലവാരം ഇന്ന് രാത്രി മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനാ ഹാളിൻ്റെ അകത്ത് ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ഭക്തന്മാരെ നോക്കി, തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുക, നിന്റെ അവസ്ഥ മാറാൻ പോവുക. കാരണം എൻ്റെ ദൈവം നിന്റെ തൻ്റെ അടുക്കൽ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നീ പഴയ നിലവാരത്തിൽ, പഴയ സ്ഥിതിക്കകത്ത് ഇരിക്കാൻ എൻ്റെ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിക്കുക. ഞാൻ ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 3-4 കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ കുറുവാക്യത്തിലേക്ക് മടങ്ങി വരും. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമെടുത്ത് വായിക്കാം. അവൻ പിന്നെ ഈ കടൽക്കരയിൽ വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുകയാൽ അവൻ പടകിൽ കയറി കടലിലിരുന്ന്, പുരുഷാരമൊക്കെയും കടലിനധികെ കരയിലിരുന്നു. സ്തോത്രം. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ആ തടാകത്തിന്റെ കരയിൽ
എത്തിയപ്പോ വലിയ കൂട്ടം പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വരികയാ. സാധാരണഗതിയിൽ യേശു ഒരു പട്ടണത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, ഒരു തീരദേശത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ താൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കാൻ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും തൻ്റെ പ്രവൃത്തിയെ അവിടെ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, ആമേൻ, യേശു ആമേൻ 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 യെരിഹോവിൽ എത്തിയപ്പോൾ അവിടെ കുരുടന് കാഴ്ച കൊടുത്തു. യേശു ഏത് പ്രദേശങ്ങളിൽ ചെന്നാലും അവിടെയൊക്കെ ഒരു അസാധാരണമായ പ്രവൃത്തിയെ യേശു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോൾ യേശു അവിടെ ഒരു അത്ഭുതം ചെയ്തില്ല, ഒരടയാളം ചെയ്തില്ല. അവിടെ യേശു തൻ്റെ അടുക്കൽ വന്നവരെ വിളിച്ചിരുത്തി താൻ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കൂ, വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ആമേൻ, ദൈവത്തിന് ഈ തലമുറയിൽ ഒരു വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ താൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, ദൈവവചനത്തിന്റെ ഉപദേശത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ താല്പര്യമുള്ളത്. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പദം കൂടെ ഞാൻ കേറി പറയാം. സ്തോത്രം. ആരെയെങ്കിലും ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, ഉപദേശത്തിൻ്റെ അകത്ത് നിൽക്കാൻ താല്പര്യമുള്ളവരെ എൻ്റെ ദൈവം ഇന്ന് രാത്രി ഉപയോഗിക്കാൻ തയ്യാറാവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉപദേശത്തിൻ്റെ അകത്ത് നിൽക്കാൻ താല്പര്യമുണ്ട്? കർത്താവ് ഈ ഭാഗത്ത് ഒരത്ഭുതം ചെയ്തില്ല, ഒരടയാളം ചെയ്തില്ല, മറിച്ച് അവരെ അടുക്കൽ വിളിച്ച് ഉപദേശിച്ചു തുടങ്ങുകയാണ്. സ്തോത്രം. നാം ഈ ജീവിക്കുന്ന കാലഘട്ടം ദുരുപദേശത്തിന് വളരെ വളക്കൂറുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മെ നോക്കി പറയുക, ഉപദേശത്തിൻ്റെ അടിസ്ഥാനം വിട്ട്, ഉപദേശത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ദൈവസഭ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത്. ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഉപദേശം കേൾക്കാൻ വലിയ കൂട്ടം യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ഈ അധ്യായത്തിൽ ഒന്നിലധികം ഉപമകൾ കൊണ്ട് യേശു അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെ യേശു പറയുക, ഒരു വ്യക്തി വിതയ്ക്കാൻ അല്പം വിത്തുമായി പുറപ്പെട്ടു. ചിലത് വഴിയരികത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു, ചിലത് നല്ല നിലത്തിൽ വീണു. നാലിൻ്റെ ഈ റിസൾട്ട് അവിടെ പറയുന്നുണ്ട്. ആമേൻ ആമേൻ. ഒന്നാമത്തത്, ആമേൻ, ഹൃദയത്തിൽ വീണ വചനത്തെ പിശാച് എടുത്തു കളഞ്ഞു. രണ്ടാമത്തെ ഭാഗം അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, ആമേൻ, വേരില്ലായികയാൽ ആമേൻ അത് ഉണങ്ങിപ്പോയി. മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, അതിന്റെ താഴെയുള്ള ഭാഗത്ത്, സ്തോത്രം, മുള്ളിൻ്റെ ഇടയിൽ കിടക്കുന്നത് ഉപജീവന ചിന്ത കൊണ്ട് അത് ഞെരുക്കപ്പെടുകയാണ്. പക്ഷെ നാലാമത്തെ കാര്യം കർത്താവ് അവിടെ പറയുന്നു, നല്ല നിലത്ത് വീണ വചനം അത് 30-ആയും 60-ആയും 100-ഉം ഇനി ഫലം കായ്ക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാ ആഴ്ചകളിലും ഉപവാസം, എല്ലാ മാസങ്ങളിലും ഉപവാസമുണ്ട്. ഈ കേൾക്കുന്ന വചനമൊക്കെ 30-ഉം 60-ഉം 100-ഉം ഇനി ഫലം ഉണ്ടാകാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ ഉപദേശത്തിൽ നിൽക്കണം. 2, കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ വചനത്തിൻ്റെ അകത്ത് നിൽക്കണം. സ്തോത്രം പറയാമോ? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? വചനത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ നമ്മൾ കേട്ടു, സഭയെ ഒരുക്കുന്നത്, സഭയെ വളർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മെ വളർത്താൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിലുണ്ട്. അപ്പോൾ തന്നെ വചനത്തിൻ്റെ സ്വാധീനത്തിൽ കൂടെ നമ്മളൊന്ന് വളരപ്പെടാൻ ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ വാസ്തവമായി എൻ്റെ വചനത്തിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഒരാൾ ശിഷ്യനാകുന്നത് എപ്രകാരമാണ്? വാസ്തവമായി കർത്താവിൻ്റെ വചനത്തിൽ നിൽക്കുമ്പോൾ അവർ ശിഷ്യന്മാരാകും. മൂന്നാമത്തെ കാര്യം വചനോടെ പഠിപ്പിക്കുന്നു, സ്തോത്രം. അനന്തരം തനിച്ചിരിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് സകലതും
വ്യാഖ്യാനിച്ചു തുടങ്ങുന്നു. എവിടെയാ ദൈവം തൻ്റെ ഭക്തന്മാരോട് തൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളെ ഷെയർ ചെയ്യുന്നത്? ഒറ്റക്കാര്യം ഇവിടെ വചനം വ്യക്തമാകുന്നു. തനിച്ചിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ ഹൃദയത്തിലെ രഹസ്യത്തെ ഭക്തന്മാർക്ക് മുമ്പിൽ തുറക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു പദം ഇവിടെ ആവർത്തിക്കുക: കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാനും, കൂടിയിരുന്ന് വചനം കേൾക്കുവാനും, കൂടിയിരുന്ന് ആത്മീയ കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും ഉത്സാഹമാണ്. പക്ഷേ കർത്താവ് അത് അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മരക്ഷ, ദൈവിക ബന്ധം വ്യക്തിപരമാണെന്ന് ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എല്ലാവരും ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ പ്രാർത്ഥിക്കും, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് സഭാ ഹാളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. നല്ല കാര്യം. ഈ സഭാ ഹാളിൽ പ്രാർത്ഥിക്കുന്നതും കോട്ടേജ് മീറ്റിങ്ങിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു കർത്താവുമായി നീ സമയത്തെ വേർതിരിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവവചനം ശക്തിയോടെ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ ദൂതന് ആമേൻ പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇന്നത്തെ കാലമല്ല പണ്ടത്തെ കാലം, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേശത്ത് മറ്റുള്ള ദൈവങ്ങളെക്കുറിച്ചുള്ള ഗാനങ്ങൾ റെക്കോർഡ് കേൾക്കുന്നതിന് മുമ്പ് അന്നത്തെ പിതാക്കന്മാർ, അന്നത്തെ മാതാക്കൾ അതിരാവിലെ എഴുന്നേറ്റ് സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പഴയ പെന്തക്കോസ്തിലെ ദൈവമക്കളെ കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. 4 മണിയായി എന്നറിയുന്നത് അടുത്ത വീട്ടിൽ കേൾക്കുന്ന മനമേ പക്ഷിഗണങ്ങൾ എന്ന പാട്ട് കേൾക്കുമ്പോൾ നേരം വെളുത്തെന്നറിയുന്നേ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം ഒരു ദൂത് നിങ്ങളോട് പറയുക. പൂർവികന്മാർ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചതുപോലെ, പൂർവികന്മാർ ദൈവസന്നിധിയിൽ വേറിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ, ദൈവീക ബന്ധത്തിൽ അവർ വളർന്നതുപോലെ, ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളും ആ നിലവാരത്തിൽ ഒന്ന് വളർന്നു കയറുവാൻ പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നൊക്കെ നമ്മൾ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥന എന്ന കാര്യം മറന്നു പോകാറുണ്ട്. എല്ലായിടത്തെ കാര്യമല്ല. ഉപവാസം എന്നുകൊണ്ട്, പ്രാർത്ഥന എന്നുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവവുമായുള്ള ഒരു സീക്രട്ട് പ്ലേസിലേക്ക് നാമും ദൈവവും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധത്തിലേക്ക് കയറുന്നതാണ് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവത്തിന് ഇന്ന് രാത്രിയിലും ആവശ്യമുള്ളത് ദൈവത്തോടൊപ്പം തനിച്ചിരിക്കാൻ തയ്യാറുള്ളവരെയാ ദൈവത്തിന് ആവശ്യം. നിങ്ങൾ എത്ര പേരിന്ന് രാത്രി ദൂതിന് ആമേൻ പറയും? എത്ര പേരിന്ന് രാത്രി ആമേൻ പറയും? ചിലരൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് 21 ഇരിക്കരുത്, ഒറ്റയ്ക്ക് 40 ഇരിക്കരുത്. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് 21 ഇരിക്കാം, ഒറ്റയ്ക്ക് 40 ഇരിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആശ്രയവും അതിൻ്റെ അകത്തുണ്ടായിരിക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ച്. ദൈവം തൻ്റെ ഹൃദയം തുറന്നതൊക്കെ ഏകാന്തതയ്ക്കകത്താണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനായ മോശെ കർത്താവ് തൻ്റെ പർവ്വതത്തിൽ കൊണ്ടുപോയി 40 രാവ് കൊണ്ടും 40 പകൽ കൊണ്ടും ആമേൻ ആമേൻ അവർക്ക് വേണ്ട പ്രമാണങ്ങളെ കൊടുത്തു, സ്വർഗീയമായ ദർശനങ്ങളെ കാണിച്ച് ആമേൻ 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 ദൈവം തങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്ന ആലയത്തെക്കുറിച്ചുള്ള ആമേൻ ആ ദർശനത്തെ തനിച്ചുള്ള ദൈവവും ആമേൻ മോശയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അകത്ത് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാ, സഭയുടെ അടുത്ത നിലവാരം ദൈവം നിന്നെ കാണിക്കണമെങ്കിൽ, അടുത്തൊരു ഉണർവിന്റെ കാഹളം ദൈവം നിന്നെ കാണിക്കണമെങ്കിൽ, അടുത്ത കാലത്ത് ദൈവം തന്റെ സഭയോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിന്നെ കാണിക്കണമെങ്കിൽ ഇന്ന് രാത്രി നീയും ദൈവവും തമ്മിൽ ഒരു അസാധാരണമായ ബന്ധത്തിലേക്ക് കയറി വരണമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും?
ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കുന്നവൻ്റെ കയ്യിൽ ദൈവം അടുത്ത തലമുറയ്ക്കുള്ള ആലോചനയെ കൈമാറുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം വേർതിരിക്കുന്നവരുടെ മുമ്പിൽ അടുത്ത പട്ടണങ്ങളോട് പറയാൻ ദൈവം ആലോചനയെ കൈമാറുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സീക്രട്ട് പ്ലേസിൽ, ദൈവത്തിൻ്റെ രഹസ്യ ഇടങ്ങളിൽ കയറിപ്പോകാൻ താല്പര്യമുള്ളവരടുത്ത് ആമൻ രാജ്യങ്ങളെ തൊടാനുള്ള ദൂത് ഇന്ന് രാത്രി എൻ്റെ ദൈവം തരാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അതിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി അതിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടാൻ കഴിയും? വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യ ഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അടുത്ത പട്ടണത്തെ ഇളക്കാൻ, അടുത്ത ഗ്രാമത്തെ ഇളക്കാൻ, അടുത്ത രാജ്യത്തെ ഇളക്കാൻ സഹോദരി നിന്റെ കയ്യിൽ അവനൊരു ദൂത് തരാനിരിക്കുകയാ. ഇന്ന് രാത്രി നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ, വിള്ളലുകളെ ഒന്ന് പരിഹരിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ എന്റെ ദൈവം അതിനെ പകരാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഞാൻ ഈ ഭാഗം ഇവിടെ എടുത്തതല്ലോ, അല്ലേ? എടുത്തതല്ലോ ഈ ഭാഗം, ഇതിവിടെ പ്രസംഗിച്ചല്ലോ, എടുത്തതല്ലോ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ച ചിന്ത ഇതാ. ദൈവവുമായി സമയം വേർതിരിക്കാത്തൊരു ശുശ്രൂഷകന്, ദൈവവുമായി സമയം വേർതിരിക്കാത്തൊരു വിശ്വാസിക്ക്, ദൈവവുമായുള്ള രഹസ്യ ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവം പറയുന്നതിനെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുക, ദൈവം പറയുന്ന ആലോചന നിനക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ദൈവവുമായുള്ള ദൃഢമായൊരു ബന്ധം ഇന്ന് രാത്രി ഉണ്ടായേ പറ്റത്തുള്ളൂ. സ്തോത്ര 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 സ്തോത്ര. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയാൻ പറയുന്നു. ഹിസ്കിയാവ് ആ ദൂത് വിശ്വസിക്കാൻ കാരണം ഒരു കാലത്ത് ദൈവം പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ദൈവം തൻ്റെ പ്രവാചകന്മാരെ വിട്ട് പറഞ്ഞതെല്ലാം വെളിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അറിവ് വെളിപ്പെട്ടപ്പോഴാ അവൻ ആമേൻ 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 അവൻ സ്തോത്രം ഭിത്തിയോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്. അവൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം അവൻ്റെ സംവത്സരത്തിൽ 15 വർഷം കൂട്ടിക്കൊടുത്തുവെങ്കിൽ, അതിനെ വർദ്ധിപ്പിച്ചു എങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തെ പറയുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ ആലോചനയെ വിശ്വസിക്കാൻ ദൈവവുമായുള്ള ബന്ധമുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. നോക്കിയേ, ദൈവവുമായുള്ള സമയം വേർതിരിച്ച മോശ 40 ലക്ഷം വരുന്ന ജനത്തെ പരിപാലിച്ചു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. 2, ദൈവവുമായി സമയം പത്മോസിൻ്റെ ഏകാന്തതയിൽ ചെലവഴിച്ച സ്തോത്രം ഒരു യോഹന്നാനെ ദൈവസഭയ്ക്ക് വരുന്ന പിൻകാലത്തെക്കുറിച്ച് വ്യക്തമായി തെളിയിച്ചു. സ്തോത്രം. മോശ ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ടപ്പോൾ ഉൽപ്പത്തി എഴുതിയെങ്കിൽ, ആമേൻ, യോഹന്നാൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുഖം കണ്ടപ്പോൾ സഭയ്ക്ക് വരാൻ പോകുന്ന ആമേൻ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, സഭയ്ക്ക് വരാൻ പോകുന്ന നിത്യമായ സൗഭാഗ്യത്തെക്കുറിച്ച് അവൻ അവിടെ എഴുതി തീർക്കുവാനിടയായി. ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി ദൂത് പറയുക, ദൈവത്തോടൊപ്പം ഇരിക്കുന്ന ചില മോശമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തോടൊപ്പം ഇരിക്കുന്ന ചില ഏലിയാവുമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തോടൊപ്പം ഇരിക്കുന്ന ചില യോഹന്നാന്മാരെ, ചില മോശമാരെ ഇന്ന് രാത്രി എൻ്റെ ദൈവം തിരിയുകയാണ്. അത് നീയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. തനിച്ചിരിക്കുമ്പോൾ കർത്താവ് ഹൃദയം തുറക്കുന്ന എല്ലാം തനിച്ചിരിക്കുമ്പോഴാണ്. ഈ ഉപവാസ പ്രാർത്ഥന നാളെ ഉച്ച കൊണ്ട് തീരും, അല്ലേ? ഇന്ന് രാത്രി നീ ഒന്ന് ചിന്തിക്കണം, നീയും ദൈവവും തമ്മിലുള്ള സംസാര ബന്ധത്തിൽ വിള്ളൽ വന്നിട്ടുണ്ടോ? കുറവ് വന്നിട്ടുണ്ടോ? ആമേൻ. പഴയതുപോലെ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? പഴയതുപോലെ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പഴയതുപോലെ ദൈവസാന്നിധ്യം നിൻ്റെ റൂമിൻ്റെ അകത്ത് അനുഭവിക്കുന്നുണ്ടോ? പഴയതുപോലെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി കുറവിനെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ ദൈവാത്മാവ് ദൂത് പറയുക.
ഹല്ലേലൂയ. തനിച്ചിരിക്കുമ്പോൾ അവരോട് സകലതും വ്യാഖ്യാനിച്ചു. ഈ തനിച്ചിരിക്കുന്നവരെല്ലാം ചരിത്രത്തെ മാറ്റി എഴുതാൻ പ്രാപ്തിയുള്ളവരാക്കി ദൈവം തീർത്തിട്ടുണ്ട്. ഒരാമേൻ പറഞ്ഞില്ലല്ലോ. ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ. തനിച്ചിരുന്നവരെയൊക്കെ ദൈവം ചരിത്രത്തെ മാറ്റി എഴുതാൻ കരത്തിലെടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, അടുത്ത തലമുറയിൽ നിന്റെ കുഞ്ഞിനെ എൻ്റെ ദൈവം ദൈവസഭയുടെ ചരിത്രത്തിന്റെ ഏടിലെത്തിക്കുവാൻ താല്പര്യപ്പെടുകയാ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന മാതാവേ, വേർതിരിച്ച് ഉപവസിക്കുന്ന പിതാവേ, ഇന്ന് രാത്രി നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ തലമുറയെ വിടുവിക്കാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ ഓടി വരാം. തനിച്ചിരുന്ന ദാവീദിനെ രാജാവാക്കി, തനിച്ചിരുന്ന ഏലിയാവിനെ ശക്തനായ പ്രവാചകനാക്കി. സ്തോത്രം. ഒറ്റപ്പെട്ടു പോയ രൂത്തിനെ ദൈവം ബോവസിന്റെ വീടിന്റെ ഭാഗമാക്കി. ദാവീദ് രാജാവിന്റെ സ്തോത്രം വംശാവലിയിലെ ഒരു ഭാഗമാക്കി രൂത്തിനെ തീർത്തു. ആരൊക്കെ തനിച്ച് ദൈവമുമ്പാകെ വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം ഒരു മാറ്റം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തിന് വേണ്ടി ആമേൻ ആമേൻ ഒറ്റപ്പെട്ടിറങ്ങിയ ഇറങ്ങിയ സഹോദരി, തനിച്ചിറങ്ങിയ സഹോദര, നിന്നെ എൻ്റെ ദൈവം കൈയൊഴിയുന്നില്ല. ഇന്ന് രാത്രി എൻ്റെ ദൈവം നിന്നെ നോക്കി പറയുകയാ, നിന്റെ അവസ്ഥ മാറ്റാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. നിന്റെ നിലവാരം മാറ്റാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. നീ തെരഞ്ഞെടുത്ത വഴി തെറ്റല്ല. ഇന്ന് രാത്രി നീ ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ല. ഇന്ന് രാത്രി ഇറങ്ങി തിരിച്ച നിന്നെ വഴിയാധാരമാക്കാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല. ഇന്ന് രാത്രി സമയം വേർതിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന നിന്റെ നിലവാരത്തെ ഇന്ന് രാത്രി എൻ്റെ ദൈവം മാറ്റി തുടങ്ങുകയാ. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൂടവരാജകൾ കരാതക ശബ്ദർക്കമന യേശുവിന്റെ രക്തത്താൽ ജയം. സ്തോത്രം. ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെ പോകുന്നത്, ഏറ്റവും അധികം വെല്ലുവിളിയിലൂടെ പോകുന്നത്, ഏറ്റവും അധികം ദൈവത്തോട് അടുക്കപ്പെട്ട വ്യക്തികളാണ്. ഒരു സ്തോത്രം പറയാമോ? ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇത് ഞാൻ തുടർന്നുള്ള മെസ്സേജിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും. നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവേ, ഞാൻ ഇത്ര ഉപവസിക്കുന്നു, ഇത്ര പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുടുംബത്തിലുള്ള ആരും ഈ വേർപെട്ട സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചില്ല. എൻ്റെ കുടുംബത്തിലുള്ള ആരും ആമേൻ ഈ വേർപെട്ട സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല. പക്ഷേ ഈ കുടുംബത്തിൻ്റെ അകത്തു നിന്ന് ഞാൻ ഏകയായി നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എന്തുകൊണ്ടാ എനിക്ക് ഈ പ്രതിസന്ധി, എന്തുകൊണ്ടാ എനിക്ക് ഈ വെല്ലുവിളി? കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളതൊക്കെ ദൂത് പറയുക. നീ തെരഞ്ഞെടുത്ത വഴി യാഥാർത്ഥ്യമായതുകൊണ്ട് നിനക്ക് വെല്ലുവിളിയുള്ളേ. നീ തെരഞ്ഞെടുത്ത റിസൾട്ട് ഉള്ളത് കൊണ്ട് നിനക്ക് വെല്ലുവിളിയുള്ളേ. നീ തെരഞ്ഞെടുത്ത കാര്യം സാധാരണ കാര്യമല്ല, അതുകൊണ്ട് നിനക്ക് ഈ വെല്ലുവിളി ഉള്ളതെന്ന് ആത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി ശക്തമായിട്ട് ദൂത് പറയുകയാണ്. നീ ഇറങ്ങി തിരിച്ച വഴി സത്യവഴിയാണ്. നീ ഇറങ്ങി തിരിച്ച വഴി ശരിയായ വഴിയാണ്. നീ ഇറങ്ങി തിരിച്ച വഴിയിൽ ഒരു സത്യമുണ്ട്. അതുകൊണ്ടാണ് സാധാരണമായ പ്രതികൂല നിന്റെ വിശ്വാസ പടകിനെതിരെ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ, നിന്റെ ശുശ്രൂഷ ജീവിതത്തിനെതിരെ വെളിപ്പെട്ടതെന്ന് ഇന്ന് രാത്രി ആത്മാവ് ചിലരെ നോക്കി ദൂത് പറയുകയാണ്. സ്തോത്രം. ചില സമയത്തെ പ്രതികൂലം കാണുമ്പോൾ, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എനിക്കെന്നും ഈ കഷ്ടതയാണോ, എനിക്കെന്നും നിലവിളിയാണോ, എനിക്കെന്നും പ്രതികൂലമാണോ? സഹോദരി, ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുക, നീ തെരഞ്ഞെടുത്ത വഴി സത്യമായതുകൊണ്ടായി പ്രതിസന്ധി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പ്രാർത്ഥിക്കാത്തവർക്ക് പ്രശ്നങ്ങളില്ല, ഉപവസിക്കാത്തവർക്ക് പ്രശ്നങ്ങളില്ല, പിശാചിന് തലവേദനയാകാതെ പൊത്തുവരുത്തമായി ജീവിക്കുന്നവർക്ക് ഒരു പ്രതികൂലവും ഇല്ല. പക്ഷെ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട്.
സ്തോത്രം, സ്തോത്രം. ഈ ഉപദ്രവത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി നിന്റെ ഭക്തിയുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലായി? നീ അനുഭവിക്കുന്ന വെല്ലുവിളി ആമേ സത്യനിമിത്തമാണ്, നീതി നിമിത്തമാണ്, ഭക്തി നിമിത്തമാണ്. എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നീ ഒറ്റപ്പെട്ടത്, നീ തള്ളപ്പെട്ടത്, നീ നിന്റെ സഹോദരന്റെ മുമ്പിൽ വിലയില്ലാത്തവനായി തീർന്നത് ഭക്തി നിമിത്തമാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ദൈവം നിന്നെ കൈവിടുന്ന ദൈവമല്ല, എൻ്റെ ദൈവം നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇന്ന് രാത്രി അവൻ നിനക്ക് വേണ്ടി അസാധാരണമായ ചില പ്രവൃത്തിയെ ചെയ്യുമെന്ന് ശക്തമായി ദൂത് പറയുകയോ. സ്തോത്രം, ഹല്ലേലൂയ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എല്ലാ ആഴ്ചകളിലും യോഗം നടത്തുക, കൈ കാശ് നട്ടിയ കൺവെൻഷൻ ഉപവാസം, പക്ഷെ നിങ്ങൾക്ക് മാത്രമേ പ്രതികൂലമുള്ളല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട്. പക്ഷെ ഉപദ്രവങ്ങൾക്ക്, കാറ്റുകൾക്ക് ഭക്തന്മാരെ തകർക്കാൻ കഴിയത്തില്ല. ഞാൻ അടുത്ത 2 പദങ്ങളിലേക്ക് വേഗത്തിൽ ഓടി വരാം. 1, ഉപദേശത്തിൽ നിൽക്കണം. 2, വചനത്തിൽ നിൽക്കണം. 3, ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കുവാൻ ദൈവവുമായി വേർപെട്ട് സമയത്തെ വേർതിരിച്ച് ദൈവമായിട്ടിരിക്കണം. ഇങ്ങനെ ഇരിക്കുന്നവരെയാ യേശു തൻ്റെ യാത്രയിൽ അക്കരയ്ക്ക് വിളിക്കുന്നത്. 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി വായിക്കാം. മറ്റു ചെറുപടകുകളും, അടുത്ത വാക്യം, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. മതി. ഏത് പടകിനാ വിഷയം ഉണ്ടായി? ചെറുപടകിൻ്റെ കാര്യമൊന്നും അവിടെ പറയുന്നില്ല. കൂടെ പുറപ്പെട്ടെന്നേ ഉള്ളൂ. അവർക്ക് പ്രതികൂലം ഉണ്ടായതായിട്ടൊന്നും കാണുന്നില്ല. യേശുവുള്ള പടകിന് കാറ്റടിച്ചു എന്ന് നമുക്ക് കാണുക. സ്തോത്രം. ഈ കാറ്റ് ഒരു കാലത്ത് ദൈവത്തിൻ്റെ ആയുധമായി ഉപയോഗിക്കപ്പെട്ട കാറ്റാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാകും. കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യം, ഈ കാറ്റാണ് ആമേൻ ആമേൻ പുറപ്പാട് പുസ്തകത്തിൽ ആമേൻ ഇതിന് സമാനമായൊരു കാറ്റാണ് പുറപ്പാട് പുസ്തകത്തിൽ ആമേൻ കിഴക്കൻ കാറ്റായി വെളിപ്പെട്ട് വന്ന് ആമേൻ ആ ചെങ്കടലിനെ കീറി മുറിച്ച് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അക്കരെ പോകാൻ ഒരു വഴി തുറന്നത്. 2-ാമത്തെ കാര്യം, അവർ മരുഭൂമിക്കകത്ത് ആമേൻ ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞപ്പോൾ സമുദ്രത്തിൻ്റെ അകത്ത് ഒരു കൊടിയ കാറ്റടിച്ചു. ആ കാറ്റടിച്ചതിൻ്റെ ഫലമായി ആമേൻ ലിവ്യാതാന്റെ തല തകർത്ത് ആമേൻ പാളയത്തിൽ എത്തിപ്പിടിക്കത്തക്ക രീതിയിൽ അവർക്ക് കാടപ്പക്ഷിയെ ദൈവം എത്തിക്കുവാനിടയായി. പിന്നെ കാറ്റ് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. അവിടെ ഏലിയാവും എലീശയും തമ്മിൽ സംസാരിക്കുകയാ. ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ എടുക്കപ്പെടാൻ പോവുക, നിനക്ക് എന്ത് വേണം? അവിടെ എലീശ ഏലിയാവിനോട് പറയുന്നുണ്ട്, ഏലിയാവേ, എനിക്ക് നിന്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് വേണം. ഏലിയാവ് പറയാ, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ, പക്ഷേ ഞാൻ എടുക്കപ്പെടുന്ന സമയത്ത് നീ എന്നെ കണ്ടാൽ നിനക്കത് ലഭിക്കും. സ്തോത്രം. അഗ്നിമയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് ദൈവം ഏലിയാവിനെ ആമേൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കാറ്റ് അവിടെ അടിച്ചു. ആ കാറ്റിൻ്റെ പേരാണ് ചുഴലിക്കാറ്റ്. ശ്രദ്ധിക്കൂ, ദൈവം അതിനോട് വിളിച്ചു പറയുന്നു, ചുഴലിക്കാറ്റ് അവിടെ അടിച്ചപ്പോൾ ആ ചുഴലിക്കാറ്റിൻ്റെ അകത്തും കണ്ണടയാതെ ആ പുതപ്പിലേക്ക് ലക്ഷ്യം വെച്ച് നിന്ന് തൻ്റെ ഭക്തന്റെ മേൽ ആ ഏലിയാവിൻ്റെ പുതപ്പിൻ്റെ ഒരു ഭാഗം വന്ന് വീഴുവാനിടയായി. സ്തോത്രം വന്നില്ലല്ലോ, സ്തോത്രം വന്നില്ലല്ലോ.
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലതിനെ നോക്കി ദൂത് പറയുക, ആമേൻ, ദൈവദത്തമായ ചില കാറ്റ് നിന്റെ ജീവിതത്തിൽ അടിച്ചാൽ അവിടെ നീ കാണാത്തൊരു അഭിഷേകത്തിന്റെ പകർച്ച, നീ കാണാത്തൊരു അഭിഷേകത്തിന്റെ വിടുതൽ അവിടെ വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് മനസ്സിലായി? ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പ്രവചിക്കുന്നു, ദൈവദത്തമായ ഒരു ചുഴലിക്കാറ്റടിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ എന്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞെടുത്ത് വായിച്ചേ 2 രാജാക്കന്മാരുടെ പുസ്തകം, അതിൻ്റെ 2-ാമത്തെ അധ്യായം, അതിൻ്റെ 11-ാമത്തെ വാക്യം. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ, നോക്കിക്കേ, അഗ്നിമയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും അവരെ തമ്മിൽ വേർപിരിച്ചു. ഒരാൾ തീക്കകത്ത് നിൽക്കുക, അഗ്നിമയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും അവരെ തമ്മിൽ വേർതിരിച്ചു. അടുത്ത വാക്യം. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ പേരും തേരാളിയായുള്ളവേ. അടുത്ത വാക്യം, അടുത്ത വാക്യം. അപ്പോൾ അവൻ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് അവൻ യോർദാനെ അടിച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതൂത് മനസ്സിലായി? ദൈവദത്തമായൊരു കാറ്റ് വെളിപ്പെട്ടാൽ നീ അക്കര കയറുന്നത് പോലെയല്ല ഇക്കരയിലേക്ക് പോകുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ ദൂതിന് ആമേൻ പറയാൻ കഴിയും? ചില പ്രതികൂലം, ചില കാറ്റുകൾ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അടുപ്പിച്ചാൽ അതിനപ്പുറത്ത് നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റത്തെ എൻ്റെ ദൈവം നൽകും. നിന്റെ നിലവാരത്തിന് എൻ്റെ ദൈവം ഒരു മാറ്റത്തെ ഇന്ന് രാത്രി നൽകും. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുക, ചില കാറ്റുകൾ എൻ്റെ ദൈവം നിന്റെ മേൽ അനുവദിക്കുന്നത് നിന്റെ നിലവാരം മാറാനാണ്, നിന്റെ ശുശ്രൂഷ മാറാനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ ദൂതിന് ആമേൻ പറയാൻ കഴിയും? വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലതിനോട് ദൂത് പറയുകയാ, ഈ കാറ്റ് അനുവദിച്ചത് നിന്റെ നിലവാരം ഒന്ന് മാറാനാ, നിന്റെ ശുശ്രൂഷ ഒന്ന് മാറാനാ. നിന്നെ തള്ളിപ്പറഞ്ഞ, നിന്നെ നിന്ദിച്ച, നിന്നെ പരിഹസിച്ച, പ്രവാചകന്റെ പുറകിന് പോകുന്ന നിന്നെ കളിയാക്കിയ ചിലതിന് മറുപടി കൊടുക്കാൻ ഒരു പുതിയ അഭിഷേകം ഇന്ന് രാത്രി എന്റെ ദൈവം നൽകാൻ പോവുകയാണെന്ന് ശക്തമായി ദൂത് പറയുക. ചില മിനിറ്റുകൾ കരങ്ങളടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്, ഇവിടെ വ്യാപരിക്കുകയാണ്. ആത്മാവ് ഇന്ന് രാത്രി ചിലതിനോട് ദൂത് പറയുക, ഈ പ്രതികൂലത്തിന്റെ അകത്ത് ഈ കാറ്റ് ദൈവം അനുവദിച്ചതാണ്. ഇതിൻ്റെ അകത്ത് നീ തീരുകയല്ല, ഇതിൻ്റെ അകത്ത് നീ തളരുകയല്ല, മറിച്ചൊരു വലിയ അഭിഷേകത്തോടെ നീ മറുകരയിലേക്ക് കയറുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, പോയപ്പോ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒലിച്ച എലീശ തിരിച്ചു വരുമ്പോ ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയുടെ ഇരട്ടിപ്പങ്കുമായി മടങ്ങി വരുന്നൊരു എലീശ. സ്തോത്രം പറയാമോ? ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി ദൂത് പറയുകയാ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ചില ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് നൽകിയൊരു വെളിപ്പാടിതാ. ആമേൻ, ആമേൻ. ദൈവം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു കാറ്റ് മുഖാന്തരം ഒരു കഷ്ടത അനുഭവിച്ചു. അവന്റെ ദേഹം മുഴുവൻ ആമേൻ ചൊറി കൊണ്ട്, വ്രണം കൊണ്ട് നിൽക്കുകയാ. ദേഹം മുഴുവൻ പുഴുവരിക്കുകയാ. ഒരു ഭാഗത്ത് ദേഹം മുഴുവൻ പുഴുവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്തോട് നോക്കി ദൈവസനിൽ ഇരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇവനെ അനുഗ്രഹിക്കാൻ, ഇവന്റെ നഷ്ടപ്പെട്ടു പോയതിനെ ഇരട്ടിയാക്കാൻ പദ്ധതി മെനയുന്ന ഒരു ദൈവത്തെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലതിനെ നോക്കി ദൂത് പറയുക, ഒരു കഷ്ട എന്റെ ദൈവം നിനക്ക് അനുവദിച്ചാൽ, ഒരു കാറ്റിന് എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുത്താൽ, ഇന്നുള്ളതിനേക്കാൾ അധികമായത് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി എന്റെ ദൈവം ശക്തനായ ദൈവമാണ്.
ഹോ കൂടാരാജ വൈഡാമാന ചില മിനിറ്റുകൾ കരങ്ങളടിച്ച് ഉടബല രകൽക്കര യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രി ഇവിടെ നീ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രതികൂലമുണ്ട്. പക്ഷെ ഈ പ്രതികൂലം മാറിയാൽ നീ പഴയ നിലവാരമല്ല, പഴയതിനേക്കാൾ അധികമായുള്ള അനുഗ്രഹം നിന്റെ മേലേക്ക് ദൈവാത്മാവ് നൽകുകയാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ച്. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ ആ കാറ്റിനപ്പുറം നിന്റെ നിലവാരം ഒന്ന് മാറിയിരിക്കും. സ്തോത്രം. നോക്കിയേ, ഏലിയാവ് നിർത്തിയിടത്തിന്ന എലീശ തുടങ്ങി. സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ആമേൻ. ഈ ചുഴലിക്കാറ്റ് വന്നത് ചില ഏലിയാവുമാർ നിർത്തിയിടത്തിന്ന് ഈ പട്ടണത്തിൻ്റെ അകത്ത് നിനക്കൊരു പുതിയ തുടക്കമുണ്ടെന്ന് അവിടെ വിടുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ പൂർവികന്മാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഒരടുത്ത റേഞ്ചിൽ നിന്ന് ശുശ്രൂഷിക്കാനാ ഇന്ന് രാത്രി എൻ്റെ ദൈവം നിന്നെ കണ്ടതെന്ന് ഇന്ന് രാത്രി ശക്തമായി ചിലരെ നോക്കി ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചോ, വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തോ, വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചോ. ഈ കാറ്റടിച്ചാൽ മാത്രമേ നിന്റെ റേഞ്ച് മാറുകയുള്ളൂ. ഈ കാറ്റടിച്ചാൽ മാത്രമേ നിന്റെ നിലവാരം മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ നീ പഴയ വ്യക്തിയായി നിൽക്കപ്പെടുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് എൻ്റെ ദൈവം ഈ കാറ്റിനെ ഒന്ന് അനുവദിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 2-ാം അധ്യായത്തിലെ ഇയ്യോബിൻ്റെ കാര്യം, വ്രണം നിറഞ്ഞ് പുഴു നിറഞ്ഞ് നിൽക്കുക. ഭാര്യ പറയാം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചത്തുകളാ. പക്ഷെ അവസാന അധ്യായത്തിലേക്ക് അവൻ വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് തനിക്കുള്ളതിൻ്റെ ഇരട്ടി എൻ്റെ ദൈവം കൊടുത്തു. സ്തോത്രം പറയണേ. ഏലിയാവ് എവിടെ നിർത്തിയോ അവിടെ ഒന്ന് എലീശ തുടങ്ങി. ആ ഭാഗം നമുക്ക് കാണുമ്പോൾ ദേശത്തിന് ഇരുമ്പ് മനോഹരം, വെള്ളം ഗർഭനാശകം. ഒരു തളികയിൽ ഉപ്പ് കൊണ്ടുവന്ന് ഉറവയുടെ ഉറവിടത്തിലിട്ടപ്പോൾ അത് പഥ്യമായി മാറി. ആ ദേശത്ത് ഉദരത്തിൽ വെളിപ്പെടുന്നതിനെ ആമൻ തകർത്തതിനെ അഭിഷിക്തന്റെ അധികാരത്തിൻ്റെ മുമ്പിൽ അത് വഴിമാറുക. 2-ാമത്തെ ഭാഗം എന്നെ ചിന്തിപ്പിച്ചത്, മൊട്ടത്തലയാന്ന് പറഞ്ഞ് പിള്ളേര് അഭിഷിക്തനെ കളിയാക്കുക. എന്ന് പോയെന്നാണ് നമുക്ക് കാണുന്നത് അല്ലേ? ചൂരച്ചെടിയുടെ കീഴിൽ പോയി കർത്താവേ എൻ്റെ പ്രാണനെ എടുത്തോണം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും നല്ലവനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഏലിയാവിനെ നമ്മൾ 1 രാജാക്കന്മാരിൽ കാണുമ്പോൾ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കളിയാക്കിയ പിള്ളേരെ യഹോവയുടെ നാമത്തിൽ ശപിച്ചപ്പം അവിടെ കരടി ഇറങ്ങി വന്ന് 42ഓളം പേരെ വലിച്ചു കീറുന്നൊരു ഭാഗം അവിടെ കാണുന്നേ. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. നോക്കിക്കേ, ഇവൻ എവിടെ പോയെന്നാ എഴുതിയിരിക്കുന്നേ? ബഥേലിലേക്ക് പോയി. കളിയാക്കാൻ കുറച്ചെണ്ണം പട്ടണത്തിൽ നിന്ന് വന്നിരിക്കുക. അടുത്ത വാക്യം. മൊട്ടത്തലയാ കയറി വാ. അടുത്ത വാക്യം. അടുത്ത വാക്യം. കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. കർത്താവ് എന്നോട് പറയുന്നു, ദൈവം ചില കാറ്റ് നിന്റെ മുമ്പിൽ അടിക്കാൻ അനുവദിക്കുന്നത് നിന്റെ ദേശത്ത് ദൈവദാസന്മാർക്ക് വലിയ വിലയൊന്നുമില്ല. നിന്റെ കുടുംബത്തിൽ വേർപെട്ട് ആരാധിക്കുന്നതിന് വിലയൊന്നുമില്ല. അവനെ എല്ലാ കാലത്തും നിന്ദിക്കുക, അവളെ കാലത്ത് നിന്ദിക്കുക. അവൾ ഭേദവസ്തു എടുത്തുകൊണ്ട് പോയാലും, വീട്ടിൽ പ്രാർത്ഥിക്കാൻ തല തുണിയിട്ടാലും, ആമൻ പ്രാർത്ഥിക്കാൻ പാവിരിച്ചാലും, കുടുംബക്കാരും അയൽവക്കക്കാരും ഒക്കെ ആമൻ മാറി നിന്ന് പരിഹസിക്കുക. നിനക്കൊരു വിലയില്ല. പക്ഷേ ഈ കാറ്റടിച്ചു കഴിയുമ്പോൾ ദൈവം നിനക്കൊരു വിലയെ കൽപ്പിക്കുക. ഇതുവരെ ദൈവദാസന്മാരെ കളിയാക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ല.
ദൈവമക്കളെ കളിയാക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എലീശയെ കളിയാക്കിയപ്പോ വിധം മാറി. കാട്ടിൽ നിന്ന് പെൺകരടി ഇറങ്ങി വന്ന 42 ബാലന്മാരെ പിച്ചിച്ചീന്തുകയാ. അതിന്റെ അർത്ഥം ഈ പ്രതികൂലം അനുവദിച്ചത് നീ അഭിഷിക്തനാണെന്ന് ഒന്ന് തെളിയിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്വത്രം വന്നില്ലല്ലോ, സ്വത്രം വന്നില്ലല്ലോ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലതിനെ നോക്കി ദൂത് പറയുക. നിന്റെ ദേശത്ത് ദൈവദാസന്മാർക്ക് വിലയുണ്ടാകാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിൽ വേർപെട്ടവർക്ക് വിലയുണ്ടാകാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തെ ആരാധിക്കുന്നവന് വിലയുണ്ടാകത്തക്ക നിലയിൽ ദൈവം ചില പ്രവൃത്തിയെ ഇന്ന് രാത്രി ചെയ്തു തുടങ്ങുമെന്ന് ശക്തമായി ചിലരെ നോക്കി ദൂത് പറയുകയാണ്. സ്വത്രം. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. ഒരു കാലത്ത് ഈ കാറ്റിനെ ഉപയോഗിച്ചത് ദൈവമാണ്. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വന്നപ്പോൾ ഈ കാറ്റിനെ ഉപയോഗിക്കുന്ന ദൈവമല്ല, പിശാച. ഞാൻ എല്ലാ കാലത്തും പറഞ്ഞൊരു കാര്യം, ദൈവരാജ്യത്തിനെതിരെ ഇന്ന് പിശാച് ഉപയോഗിക്കുന്നത് ഒരു കാലത്ത് ദൈവത്തിൻ്റെ കരത്തിൽ പ്രയോജനപ്പെട്ടവരെയാണ്. 2, ഓരോ സഭകളെയും തകർക്കാൻ പിശാച് ഉപയോഗിക്കുന്നത് ഒരു കാലത്ത് ദൈവത്തെ ആരാധിച്ച ചിലതിനെ പിശാച് ഇക്കാലത്ത് ഉപയോഗിക്കുക. ഇന്ന് രാത്രി ഞാൻ ചിലരെ നോക്കിയൊരു ദൂത് പറയാൻ താല്പര്യപ്പെടുകയാ. നീ ദൈവം ഉപയോഗിച്ച മാധ്യമമാണെങ്കിൽ ഈ നിന്റെ ശ്വാസം പോകുന്നത് വരെ എൻ്റെ ദൈവം തന്നെ നിന്നെ ഉപയോഗിക്കുവാൻ നീ ദൈവത്തിൻ്റെ കരത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ദൂത് പറയുകയാണ്. ഇന്നലെ എൻ്റെ ദൈവം നിന്നെ ഉപയോഗിച്ചെങ്കിൽ ഇനി നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അവസാന ശ്വാസം വരെയും എൻ്റെ ദൈവത്താൽ തന്നെ നീ ഉപയോഗിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുന്നു. ദൈവം ഉപയോഗിച്ചത് ദൈവം യാത്ര ചെയ്യുന്ന പടകിനെതിരെ തന്നെ പോരാടുക. നോക്കിക്കേ, ഒരു കാലത്ത് ശക്തമായി പ്രവചിച്ചുകൊണ്ടിരുന്നവർ, ഒരു കാലത്ത് ശക്തമായി വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരുന്നവർ, ഒരു കാലത്ത് ശക്തമായി രോഗശാന്തി ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഇതിനൊക്കെ വിരോധമായി സംസാരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അടിമനുമുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. ദൈവവചനം പറയുന്ന ആ വ്യവസ്ഥ വിട്ട് നാം വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത്. ഒരു കാലത്ത് ദൈവം ഉപയോഗിച്ച കാറ്റ് ഇപ്പോൾ ദൈവത്തിനെതിരെ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കെതിരെ നിൽക്കുകയാണ്. ചേർന്ന ദൈവത്തെ സ്തുതിച്ചേ, ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഇവിടെ പിശാച് ഭക്തന്മാർക്കെതിരെ, കർത്താവ് യാത്ര ചെയ്യുന്ന പടകിനെതിരെ കാറ്റടിപ്പിക്കുക. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂതുകൂടെ പറയട്ടെ. നിന്റെ വിശ്വാസ പടകിനെതിരെ പിശാച് കാറ്റടിപ്പിച്ചാൽ തീരുന്നതല്ല നിന്റെ ശുശ്രൂഷ. പിശാച് കാറ്റടിപ്പിച്ചാൽ തീരുന്നതല്ല നിന്റെ കുടുംബജീവിതം. പിശാച് കാറ്റടിപ്പിച്ചാൽ തീരുന്നതല്ല നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം. നിന്റെ പടകിനെതിരെ പിശാച് കാറ്റടിപ്പിച്ചാൽ തീരുന്നതല്ല നിന്റെ ശുശ്രൂഷ. മറിച്ച് നിന്റെ വിശ്വാസ പടകിനെതിരെ പിശാച് കാറ്റടിപ്പിക്കുമ്പോൾ ഒരു മൂർച്ചയേറിയ ആയുധമായി, ബലമുള്ള ഒരു പരിചയാക്കി ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവത്തിന് നിന്നെ തീർക്കാൻ പദ്ധതി ഉണ്ടായെന്ന് ഇന്ന് രാത്രിയിൽ ശക്തമായി ദൈവാത്മാവ് ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി പോരാ 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 എല്ലാവരും അന്യഭാഷകളിൽ ഇന്ന് രാത്രി ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പ്രതികൂലത്തിന്റെ അകത്ത് നിന്റെ ശുശ്രൂഷ തീരുകയല്ല. പിശാച് കൊണ്ടുവന്ന ഈ കാറ്റിന്റെ അകത്ത് നിന്റെ ശുശ്രൂഷ തീരുകയല്ല, നിന്റെ ശുശ്രൂഷയ്ക്ക് അറുതി വരികയല്ല. മറിച്ച് അടുത്തൊരു റലത്തിൽ നിന്ന്, അടുത്തൊരു മേഖലയിൽ നിന്ന് ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ എൻ്റെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാണെന്ന് ഇന്ന് രാത്രി ശക്തമായി ദൂത് പറയുകയാ. കുടബലകത്തുരകടകസി. ഞാൻ അടുത്ത ദൂതുകളിലേക്ക് ഇറങ്ങട്ടെ. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ചെറുപടകൾക്ക് പ്രശ്നമില്ല, ചെറുപടകിൽ യേശുവില്ല.
പക്ഷെ നീ യാത്ര ചെയ്യുന്ന പടകിന് പ്രത്യേകതയുണ്ട്. നിന്റെ പടകിൻ്റെ അകത്ത് യേശുവുണ്ട്. സ്തോത്ര. ചെറു പടകുകൾ കാറ്റത്ത് എവിടെ പോയെന്നില്ല, എന്തു സംഭവിച്ചെന്നില്ല. കർത്താവുള്ള നിനക്ക് എന്തു സംഭവിക്കുന്നു എന്നാ ലോകം നോക്കുന്നേ. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം മനസ്സിലായി? കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ദൂത് പറയുക, കർത്താവുള്ള നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ലോകം ഇന്ന് രാത്രി നോക്കുമ്പോൾ കർത്താവ് പറയുക, നിനക്കൊന്നും സംഭവിക്കുകയില്ല. പിശാച് ആഗ്രഹിക്കുന്നതിന് വിരോധമായി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അസാധാരണമായ പ്രവൃത്തിയെ ഇന്ന് രാത്രി ചെയ്യാൻ തയ്യാറാവുകയാണെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാ. ദൈവാത്മാവ് ദൂത് പറയുക. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കുടബലകത്തുല രകൽക്കര ജഗൽക്കമന അന്തർക്കമന. എല്ലാവരും അന്യഭാഷകൾ പറഞ്ഞ് ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഉടബലകത്തുല രകൽക്കരാജല അന്തർക്കമന ഘടകസി അത്തുരാ ജഗൽക്കമന. ചില മിനിറ്റുകൾ ഉടബൽ കമന ശംദര ജഗൽക്കമന. യേശുവിൻ്റെ നാമത്തിൽ ചില മിനിറ്റുകൾ എല്ലാവരും ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ആത്മാവ് ചിലരോട് പറയുക, ഈ കാറ്റത്ത് നീ തീരുകയില്ല, ഈ പ്രതികൂലത്തിൽ തീരുകയില്ല. അടുത്തൊരു നിലവാരത്തിലേക്ക് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോവുകയാണ്. കടക രഗദ 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 രഗദര കടകൽ കടകര ദിരവൽ കടകൽ കടക ഇടാരഗദ രഗദര കടകൽ ധീരവരംശന കത്തുര വംതര വൽക്കട കടകൽ കടകര കടകൽ തകനാദക രാധക രാധക രാധേ രഗദേ രഗദര കടക ധീരവരംതര വംതര വൽക്കട കടകം തീവര ടാ രഗദ 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 രഗദര കടക ധീരേ റബ്ബ ദേര ടാ രഗദ രഗദര കടകൽ കടിതര കടക ധീരവനാദക രാധക രീതക തകനംശന കത്തുര വംതര വത്തര വനവൽ കടക രഗദ ടാ രഗദ രഗദര കടകൽ കടയാ രഗദ ടാ രഗദ 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 രഗദര കടകൽ കടിതര കടക ധീരാവാദി ടാ രഗദ രഗദേ രഗദേ രഗദന കടക ധീരവനാദക രാധക രാധക തകനാദക രീതക രാധക 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 രീതക രാധ തകനാദിക രാധക രേതി രേദാ 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 രേതി ടാ രഗദര കടകൽ പവതര കടക ശബ്ദല വലവൽ കടക യേസ് 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 ഉടാവാനെ വസ്തര വംശകരന്തര വലവല ശിതവൽ കടകര കടക ധീരവരാധിക രംശര കത്തുര വനവൽ കടകൽ കടക രഗദേ രഗദ രഗദ യേശുവിന്റെ നാമത്തിൽ ഊടാവാന ദേരാവാന വൽപാവൈഡ രഗദ രഗദ ഉടാവാന ദേരാവാന ദേരാവാന ഏസാവാന ദേരാവാന ഐടകന ഇശര കത്തുരി അത്തര കൽക്കടകടക ധീരവരാധി ഊടാവാന ദേരാവൽക്ക രഗദ 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 രഗദര കടകൽ കടിതര കടകൽ തകരാധിക രത്തന കക്ഷക രന്തുര വലവൽ കടക രഗദ 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 രത്തമന അത്തലരാജല വൈഡമന റീഗൽ കമനക ശബ്ദലവ ഉടബല കത്തുല രഗദല. ചില മിനിറ്റുകൾ എല്ലാവരും കരങ്ങളടിച്ചാട്ടെ. ഈ കാറ്റ് നിന്നെ തകർക്കാനല്ല, ഈ പ്രതികൂലങ്ങൾ നിന്നെ തകർക്കാനല്ല, ഈ പ്രതിസന്ധി നിന്നെ കിടക്കയിൽ ഒതുക്കാനല്ല, ഈ പ്രതിസന്ധിക്കപ്പുറത്ത് നിന്റെ തല പൊങ്ങുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുകയോ. നിന്റെ ശുശ്രൂഷ ഈ പ്രതിസന്ധിക്കപ്പുറത്ത് വളരുമെന്ന് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് പറയുകയാണ്. ഊടബാല കർത്തുരാജ വേദകെട്ടി വർത്തമാന റീബാബ. കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ആ മഹത്വം ഈ മകന്റെ മേൽ ദൈവാത്മാവ് ചെയ്യണമേ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, കടക്കയിൽ ഒതുക്കാൻ വാത് കെട്ടുന്നതിന് ഇന്ന് രാത്രി ദൈവാത്മാവ് തകർത്തു മാറ്റും. മോശയ്ക്ക് എന്ത് ഭവിക്കുന്നു എന്ന് നോക്കാൻ നിന്ന ആമേൻ സ്തോത്രം മിറിയാമിനെ പോലെ നിനക്ക് എന്തു ഭവിക്കും എന്ന് നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ, ശത്രുവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് മേശയൊരുക്കി നീ ദൈവത്തിൻ്റെ പൈതലാണെന്ന് തെളിയിച്ചെടുക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് തൻ്റെ മകനെ നോക്കി ശക്തമായി ദൂത് പറയുകയാണ്. ഇന്ന് രാത്രി ആത്മാവ് തൻ്റെ മകനെ നോക്കി ശക്തമായി ഇടപെടുകയാണ്. നീ തീരുകയല്ല, നീ തുടങ്ങുകയാണെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുക. സ്തോത്രം. നമുക്ക് ചില പ്രതികൂലം വരുമ്പോൾ ലോകക്കാർ പറയുന്നത് അവൻ തീർന്നെന്ന്. നമ്മുടെ ശുശ്രൂഷ, കുടുംബജീവിതം, മക്കളുടെ ഭാവി എല്ലാം തീർന്നു. പക്ഷേ പ്രതിസന്ധിക്കകത്ത് നീ തീരുകയല്ല, നീ അടുത്തൊരു ലെവലിലേക്ക് കയറുക. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ?
കർത്താവിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചൊരു ചിന്ത, പ്രതികൂലത്തിൻ്റെ അകത്ത് സഭ വർദ്ധിച്ചു വന്നു. ഹല്ലേലൂയ. എവിടെ പ്രതിസന്ധിയുണ്ടോ, എവിടെ വെല്ലുവിളിയുണ്ടോ, അതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ മേലൊരു അസാധാരണമായ വർധനമുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ദൂതാവർത്തിക്കുന്നു. എവിടെ നീ ഒറ്റപ്പെടുന്നോ, എവിടെ നിനക്കെതിരെ പിശാച് കാറ്റടിപ്പിക്കുന്നോ, അവിടെ തന്നെ എൻ്റെ ദൈവം നിന്റെ തലയെ ഉയർത്താൻ, എൻ്റെ ദൈവം നിന്റെ ശുശ്രൂഷയെ ഉയർത്താൻ ഇന്ന് രാത്രി അവൻ കടപ്പെട്ടവനാണ്. അവൻ ഇന്ന് രാത്രി അതിനെ ചെയ്തെടുക്കുമെന്ന് ശക്തമായിട്ട് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. കാറ്റ്. ശിഷ്യന്മാർ യേശു യാത്ര ചെയ്ത പടകിനെതിരെ ആഞ്ഞടിച്ചു. ശിഷ്യന്മാർ നിലവിളിച്ചു. കർത്താവ് ഉണർന്നു, കാറ്റിനെ ശാസിച്ചു, തിരയെ അടക്കി. കർത്താവിൻ്റെ ആത്മാവിനോട് പറയാ, ഇപ്പം അനുഭവിച്ച ഈ കടലിലെ പ്രതികൂലം വരാൻ പോകുന്ന വലിയൊരു ബ്രേക്ക് ത്രൂവിൻ്റെ തുടക്കമാണെന്ന് ദൈവാത്മാവ് ഇടപെടുക. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്നലകളിൽ നീ അനുഭവിച്ച ആ കാറ്റും കോളും നിറഞ്ഞ അനുഭവം ഉണ്ടല്ലോ, അത് നിന്റെ അകത്ത് സ്തോത്രം ഭക്തി കിടക്കുന്നതുകൊണ്ടാ, നിന്റെ അകത്ത് വചനം കിടക്കുന്നതുകൊണ്ടാ, നിന്റെ അകത്ത് ഉപദേശം കിടക്കുന്നതുകൊണ്ടാ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിച്ചിരുന്നവനായതുകൊണ്ടാ, നിന്റെ കൂടെ കർത്താവ് യാത്ര ചെയ്യുന്നതുകൊണ്ടാ നിന്റെ പടകിനെതിരെ ഈ കാറ്റും ഈ തിരയും അസാധാരണമായി അടിച്ചത്. ഇതടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, നാളുകളിൽ വരാൻ പോകുന്നൊരു വലിയ ബ്രേക്ക് ത്രൂ പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുക. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ വരാം. കർത്താവ് അതിനെ ശാസിച്ചു, കാറ്റമർന്നു, തിരയടങ്ങി, വലിയൊരു ശാന്തതയുണ്ടായി. അവർ മറുകരയിലേക്ക് കാലെടുത്ത് വെച്ചു. 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഗദരദേശത്തൊരു ഭൂതഗ്രസ്തൻ ലഗ്യോബാധിതനായി അവനവിടെ കിടക്കുകയാണ്. അവനവിടെ കർത്താവ് ശിഷ്യന്മാരും എത്തിയപ്പോൾ അവിടെ പറയുക, ദാവീദ് പുത്ര, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? നീ എന്നെ ദണ്ഡിപ്പിക്കാൻ എന്തിനു വന്നു? കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞ മറ്റൊരു ദൂത്, നിനക്കല്പം പ്രതിസന്ധി വന്നാലും, നിനക്കല്പ കാറ്റും കോളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നാലും, നീ മുഖാന്തരം വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട ചിലത് നിന്റെ പ്രാർത്ഥന കൊണ്ട് വിടുവിക്കപ്പെടാനാ നീ പ്രതിസന്ധിക്കകത്തൂടെ കടന്നുപോയേ. ചിലരെ നോക്കി ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി ദൂത് പറയുക, കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മാനസിക രോഗികളെ പുറത്തു കൊണ്ടുവരാൻ, കെട്ടപ്പെട്ട് കിടക്കുന്ന ചില ബന്ധിതരെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ചെല്ലമേൽ തൻ്റെ അഭിഷേകത്തെ കൈമാറുകയാണ്. ഇപ്പോൾ നീ അനുഭവിച്ച ഈ വെല്ലുവിളി എന്തിനാണെന്നറിയാമോ? നാളുകളിൽ നിന്റെ കരം കൊണ്ട് വലിയൊരു കൂട്ട് പുറത്തു വരാനുണ്ട്. അത് സാധാരണക്കാരല്ല. ചില പട്ടണത്തെ തന്നെ നിന്റെ കരത്തിലേക്ക് എൻ്റെ ദൈവത്തിന് തരാനുണ്ട് എന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുകയാണ്. കൂടലകത്തുല രഗതലകത്തുല റീബലബൗഡല ശബ്ദലജാന ചൂടാബാബ റിക്കാബാബ ശബ്ദലകത്തുല. എല്ലാ കരങ്ങളും അടിച്ച് ചുടബലകത്തുര ജഗൽക്കമന. ദൈവാത്മാവ് പറയുക, പ്രതിസന്ധി അനുഭവിച്ച നിന്നെ, തിരക്കകത്തൂടെ കടന്നുപോയ നിന്നെ, ചെറിയൊരു ശുശ്രൂഷയ്ക്കല്ല, ഒരു പട്ടണത്തെ പിടിച്ചെടുക്കാൻ, ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാൻ, ഒരു ദേശത്തെ പിടിച്ചെടുക്കാൻ ഒരു വലിയ അഭിഷേകം ഇന്ന് രാത്രി എൻ്റെ ദൈവം നിന്റെ മേലേക്ക് ഈ രാത്രി കൈമാറുകയാണ്. എല്ലാ കരങ്ങളും അടിച്ചു ചില മിനിറ്റുകൾ പ്രാപിച്ചു തുടങ്ങിക്കോ. ദൈവാത്മാവ് ദൂതാവർത്തിക്കുക. ഇന്നലത്തെ പ്രതികൂല വലിയൊരു വിടുതലിന്റെ തുടക്കമാണ്. ഇന്നലത്തെ വെല്ലുവിളി നാളെ വെളിപ്പെടാൻ പോകുന്ന കൂട്ടമായ റിസൾട്ടുകളുടെ തുടക്കമാണെന്ന് ആത്മാവ് ഈ രാത്രി ദൂത് പറയുകയാണ്.
ചെറിയ പ്രതികൂലത്തിന് ചെറിയ റിസൾട്ട്, ചെറിയ കാറ്റിന് ചെറിയ ശുശ്രൂഷ. അസാധാരണമായ പ്രതികൂലത്തിൻ്റെ കൂടെ കടന്നുപോയതിൻ്റെ അകത്തുണ്ട്. ദൈവാത്മാവ് സഹോദരങ്ങളെ, നിങ്ങളെ നോക്കി പറയുക, ഒരസാധാരണമായ ശുശ്രൂഷ എൻ്റെ ദൈവം നിങ്ങളെ കണ്ടിരിക്കുക. യേശു ആ പട്ടണത്തിൽ ചെന്നു. അവൻ്റെ മേലുള്ള ദുരാത്മാവ് അഴിഞ്ഞുപോയി. അവൻ യേശുവിൻ്റെ ഒപ്പം പോകാൻ തയ്യാറായപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ പറണ്ട, നീ എൻ്റെ കൂടെ വരണ്ട, ദക്കപ്പൊരി നാടിന് നിന്നെ ആവശ്യമുണ്ട്. 10 പട്ടണങ്ങളെ ഉണർത്താൻ ഒരുവനെ യേശുവും ശിഷ്യന്മാരും ചേർന്ന് വിടുവിച്ചു. സ്തോത്രം. അപ്പം ഇന്നലെ അനുഭവിച്ച കാറ്റ്, ഇന്നലെ അനുഭവിച്ച പ്രതികൂലം, ഈ വ്യക്തി വിടുവിക്കപ്പെട്ട 10 പട്ടണം വിടുവിക്കപ്പെടും. കാരണം ഇവൻ്റെ മേലുള്ള അധികാരം ഒരു ഏറിയ അധികാരമല്ല, ഒരു വലിയ പട്ടണങ്ങളെ ഇളക്കാനുള്ള അധികാരമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൂത് മനസ്സിലായോ? നിങ്ങളെ നോക്കി ദൈവാത്മാവ് ശക്തമായി പറയുക, നിങ്ങൾ 2014 അനുഭവിച്ച പ്രതികൂലമൊക്കെ 2015 ചില ദേശങ്ങളെ പിടിച്ചടക്കാൻ ദൈവാത്മാവ് ഒരു ദൂത് എന്നോട് പറയാൻ പറയുക. മോശയുടെ വടി മറ്റുള്ള സർപ്പങ്ങളെ വിഴുങ്ങിയതുപോലെ, മോശയുടെ കയ്യിലെ വടി അത് മറ്റുള്ള സർപ്പങ്ങളെ വിഴുങ്ങിയതുപോലെ, ദേശത്തെ അടക്കി ഭരിക്കുന്ന ചില മന്ത്രവാദിമാരുടെ സർപ്പത്തെ വിഴുങ്ങാൻ ഇന്ന് രാത്രി ചിലതിൻ്റെ മേലേക്ക് ദൈവം അധികാരത്തെ കൈമാറുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു പ്രാപിച്ചു. ദൈവാത്മാവ് ദൂതാവർത്തിക്കുന്നു. ഇന്ന് രാത്രി ചെറിയ മത്സ്യങ്ങളെയല്ല, ചില വലിയ മത്സരങ്ങളെ, ചില വലിയ വടവൃക്ഷങ്ങളെ ഇന്ന് രാത്രി പിടിച്ചടക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ചു പ്രാപിച്ചു. കൂടബാല പൗഷസ്തന രഗൽക്കമന അതന രഗൽക്കമന അർത്ഥ പ്രൗഢല വേദക റീമൽ കമന ഘടകസി അർത്ഥന രഗൽക്കമന. ദൈവാത്മാവ് പറയുക, നീ ഒരു ചെറിയ വ്യക്തിയല്ല, നീ ചെറിയൊരാളല്ല. നിന്നെ കൊണ്ട് എൻ്റെ ദൈവം ചെയ്യിക്കുന്നത് അസാധാരണമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അസാധാരണമായി പ്രതികൂലം വെളിപ്പെട്ടത്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ വെളിപ്പെട്ട പ്രതിസന്ധി 5-ാം അധ്യായത്തിൽ വെളിപ്പെടാൻ പോകുന്ന കൂട്ടമായ വിടുതലിന്റെ തുടക്കമാണ്. സ്വതന്ത്രം. നോക്കിയേ, ഭൂതഗ്രസ്തൻ വിടുവിക്കപ്പെട്ടു. അടുത്തായി നമ്മൾ കാണാൻ കഴിയുന്നു, 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ വിശ്വാസത്താൽ യേശുവിൻ്റെ തുണിയുടെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളുടെ മേലേക്കൊരു സൗഖ്യം ഇറങ്ങി വന്നു. അവിടെ തീരുന്നില്ല. അടുത്ത ഭാഗം നമ്മൾ കാണാൻ കഴിയുന്നു. ആമേൻ, യായിറോസിന്റെ മകൾ. ആമേൻ ആമേൻ ആമേൻ. ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ വിടുതലിലേക്ക് എത്തപ്പെടുകയാ. ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുക, ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ, ഒരു വെല്ലുവിളിയെ നീ അതിജീവിച്ചാൽ, ഒരു മരണയോർദാനം നീ ജയിച്ചാൽ, പിന്നെ നിനക്ക് വെളിപ്പെടാനുള്ളത് അസാധാരണമായ ശുശ്രൂഷയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക, ഈ കാറ്റിനെ നീ ജയിച്ചാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അസാധാരണമായ ശുശ്രൂഷയുടെ നില. കുടവലകത്തുര റീമൽക്കമാന. സ്തോത്രം. അവിടെ 12 വർഷം രക്തസ്രാവത്തിൽ ഇരുന്നവളെ യേശു വിടുവിച്ചു. അടുത്തത് യായിറോസിന്റെ മകൾ മരിച്ചവളായിരുന്നു. ആമേൻ. ആ കുഞ്ഞിനെ യേശു തൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ ഉയർപ്പിച്ചു. ഈ 4-ാം അധ്യായത്തിൽ ഈ പടക് തകർന്ന് ഈ ഭക്തന്മാർ അതിൽ മുങ്ങിപ്പോയിരുന്നെങ്കിൽ 5-ാം അധ്യായത്തിൽ ഇത്രയും വലിയ വിടുതൽ നടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് ശക്തമായി പറയാൻ പറയുക, വചനമുള്ള നീ ഈ കാറ്റിൻ്റെ അകത്ത് തകരത്തില്ല. ഉപദേശത്തിൽ നിൽക്കുന്ന നീ ഈ കാറ്റിൻ്റെ അകത്ത് തീരുകയില്ല. ആമേൻ ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിച്ചു സമയമേറി ചെലവഴിച്ച നീ ഈ കാറ്റിൻ്റെ അകത്ത് തീരുകയില്ല. നിന്നെ കൊണ്ട് എൻ്റെ ദൈവ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത അസാധാരണമായ ശുശ്രൂഷകളെ ഇന്ന് രാത്രി മുതൽ ദൈവം ചെയ്യിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. മക്കൾ, നീ മുഖാന്തരം ചില രക്തസ്രാവക്കാരികൾ വിടുവിക്കപ്പെടാനുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുകയാ.
ഹോ, വചനമുള്ള നീ പ്രാർത്ഥിച്ചാട്ടെ, ഉപദേശത്തിൽ നിൽക്കുന്ന നീ പ്രാർത്ഥിച്ചാട്ടെ, വിശുദ്ധിയിൽ നിൽക്കുന്ന നീ ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ, ദൈവസ്ഥലിൽ സമയം ചെലവഴിച്ച നീ ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ പകർച്ച, ഇന്ന് രാത്രി ഒരു വലിയ പകർച്ച, ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച, ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച. പ്രതിസന്ധിയെ ജയിക്കുന്ന, പ്രതികൂലത്തെ ജയിക്കുന്ന, അന്ധകാര ശക്തിയെ ജയിക്കുന്ന, ഗദരദേശത്ത് വ്യാപരിക്കുന്ന, മെലിത്തയിൽ വ്യാപരിക്കുന്ന, അന്ധകാരങ്ങൾ കരുതി വരുത്തുന്ന ഒരു വലിയ അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുക. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യ പാട്ടുകളിൽ ചൂടവരത്തുല അർത്ഥമനാതല വൈഡവലാത്തല കൂടാ ബാബാ 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 വൽക്കട കക്ഷകരാധകരന്തര വൽക്കട കക്ഷകരാധികരാധകരാധകരീതകരം ശരകടകൽ കടക അസ്തൽ കക്ഷ രേതക്കടകം ദീവൽ കക്ഷം ദേരാവാനം സപ്തൽ കടക രേതകനം ചൽ കടകൽ 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 കടകര കടക ത്രീഡവരാധ രേതാരാധ രേതീരാധ ഊടാവാര ഹസ്തൽ കടകം ദീവല വക്ഷകരത്തുന വത്തല വത്തകനം ചതകത്തുന വന്തല വത്തല വറ്റകനം ചതകത്തുന വന്തല വത്തല വൽക്കടകക്ഷ ഊടത്തൽക്കം ദീവര വക്ഷം ധീരവരാധം ധീരവനംശം ധേരംവാരം ധേരാവാരം ധേരം വടകം അസ്തരകക്ഷ രക്കരകത്തുര വൽപ്പടവക്ഷ രഹതരകടകൾ കടകരകടക ധീരാവാദ രേതാരാധ രീതാരേതി യേശുവിന്റെ നാമത്തിൽ ൂടംബത്തം വൽക്കം തെരവൽ കടകൽ കടക രഹദാരഹദ രഹതരകടകൾ കടകരകടക ധീരവരാധി ഊടംബാധ രേതാരാധ ഹർഷകരാധ രേതകനന്ദ രഹതരകടകൾ കടകരകടകൾ കടകരകടകൾ അസ്തരകക്ഷ രേതികരത്തൽ പപ്പപ്പാദ രീതക്കടകം ദീവല വക്ഷകരത്തുര വലവൽ കടകൽ കടക ഐഡാരാധ രീതാരീത രീതാരേതി രേതാരേതി രേതൽ കടക ധീരവരംശ രേതകരാധി അസ്താരഗത രഗത രഗത രഗതരകടകൾ കടകരകടക ധീരവരംശ രേതീരാധ ഊടാവാര ധീരാധീര ഐഡാരാധി രേതി 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 രേതാരേതി രേതാരേതി രേതി രേതി ഊടവനംശര കത്തുരവന്തര വത്തകരംശര കത്തുരവന്തര വത്തര വക്ഷകര അത്തുരവൽപ വൈഡാരഗതം ഊടാവാര ധീരാവാന ഹസ്തൽ കക്ഷ രേതക്കടകം ധീവലവക്ഷം ധീരവരംശം ധീരവരക്ഷം സ്തംഭക്ഷം വൽപ്പം വൈഡം വരവൽ കടക ധീരാവാദ രാധാരാധ ഹസ്തരകക്ഷകര അത്തുന വത്തല വത്തകരംശര യെസ് എല്ലാ കരങ്ങളും അടിച്ചു. ഈ കാറ്റ് നിന്റെ ശുശ്രൂഷയെ തെളിയിക്കാതിരിക്കാന്, ഈ തിരയടിച്ചത് നീ ആരാന്നറിയാതിരിക്കാന്, ഈ പ്രതിസന്ധി വന്നത് നീ ആരാന്നുള്ള ബോധ്യത്തെ ഇല്ലാതാക്കാന്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുക, ഈ കാറ്റ് കഴിയുമ്പോ നീ ആരാന്ന് നിനക്ക് ബോധ്യപ്പെടും. നിന്റെ ശുശ്രൂഷ എന്താന്ന് ബോധ്യപ്പെടും. നിന്റെ കൃപ എന്താന്ന് ബോധ്യപ്പെടും. ഇന്ന് രാത്രി ഈ പ്രതിസന്ധി നീ ആരാന്ന് ബോധ്യപ്പെടുത്താനാണെന്ന് ആത്മാവ് ദൂത് പറയുകയോ. അതല്ല രഗതരവല ശബ്ദുരവൽ കടത്തന റക്കദന്തര ചൽക്കരാരഗശൽ കടക അതല്ല രഗദ 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 ദീവര ഹച്ചകര അത്തുന വൽപ്പട വടകൽ കടകൽ കടകര കടകൽ ത്രീഡാവാദേ രേതി രേതി ഊടം വാര ധേരാ വാന വൽപ്പ വൈഡേ രേതി രേതി ടാ രഗദ 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 ടാ രഗദര കടകൽ ത്രീഡാ യെസ് 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 ഈ പ്രതിസന്ധിക്കകത്ത് നിന്റെ മേലെ RIP അടിക്കാൻ പിശാച് നോക്കിയപ്പോ ഈ പ്രതിസന്ധി കഴിയുമ്പോ ദൈവം നിന്നെ VIP ആക്കുക. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഈ കടലിന്റെ അകത്ത് നിന്നെ ഒതുക്കി നീ പൊങ്ങാതാകാൻ അവൻ തിരയടിച്ചു കഴിഞ്ഞപ്പോ അവൻ 5-ാം അധ്യായം തൊട്ട് നിന്റെ നിലവാരം മാറുകയാണ്. കേരളദേശത്ത് ഭൂതഗ്രസ്ത സൗഖ്യമാകുന്നു. അവൻ യായിറോസിന്റെ മകൾ
നിന്റെ ശുശ്രൂഷയുടെ നിലവാരം, നിന്റെ കുടുംബത്തിന്റെ നിലവാരം, നിന്റെ ഭവനത്തിന്റെ നിലവാരം എൻ്റെ ദൈവം മാറ്റി. ഇന്നലെ നിന്നതിൽ നിന്ന് ഒരു അസാധാരണമായ മുന്നേറ്റം എൻ്റെ ദൈവം ചെയ്യുകയാ. സന്ദർജനാദി. ഒരു മിനിറ്റ് എല്ലാവർക്കും ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാ എന്നോട് പറയുന്നു, ഉപദേശത്തിൽ നിൽക്കുന്നവൻ, വചനത്തിൽ നിൽക്കുന്നവൻ, ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ചവൻ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവൻ തകർന്നു പോകത്തില്ല. തകർന്നു പോകാൻ അവനെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, നീ എവിടെയെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇല്ലാതാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാറ്റിനോ തിരക്കോ നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി തോതു പറയുന്നു, നിനക്കൊരു മുന്നേറ്റമുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്. നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് നിന്ന് നിന്റെ തലയൊന്ന് അവൻ ഉയർത്തുകയാണ്. നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് നിന്ന് നിന്റെ ശുശ്രൂഷയൊന്ന് ഉയർത്തുകയാണ്. നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് നിന്ന് നിന്റെ സഭയ്ക്കൊരു ഉന്നമനത്തെ ദൈവാത്മാവ് നൽകുകയാണ്. നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് നിന്ന് നിന്റെ തലമുറയെ ദൈവമൊന്ന് പൊക്കുകയാണ്. നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് നിന്ന് നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ദൈവം ഒന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഒരു മുന്നേറ്റത്തിന്റെ രാത്രിയാക്കി ദൈവാത്മാവ് തീർക്കുകയാ. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യ ഭാഷകളിൽ ദൈവത്തിന് നന്ദി പറ. നീ തീരുകയല്ല, നീ തുടങ്ങുകയാണ്. നീ കടലിൽ തീരുകയല്ല, നിനക്കൊരു മുന്നേറ്റം വരികയാണ്. ജഗദല വൈഷ വേദക്കമന യേശുവിന്റെ നാമത്തിൽ വിടുതൽ. ഓ ശാവാര ധീരാ 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 ദേരി 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 ഊടാവന രഗത്തുരവല വല വല. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവസഭയുടെ സ്വീകരിച്ച് പകൽക്കാലം കടന്നു വന്നു. ഈ പകൽക്കാലവും രാത്രികാലവും അനുഗ്രഹിക്കപ്പെട്ട സുരക്ഷിത കർത്താവിന്റെ ദാസൻ ദൈവസഭയുടെ വ്യക്തികളും നന്ദിയിരിക്കും. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല രാത്രികാലവും കർത്തൃപാദപടത്തിലായിരിക്കാൻ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്തൃത്വത്തിന് കൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഉപദേശത്തിൽ നിലനിൽക്കണമെന്ന്, വചനത്തിൽ നിലനിൽക്കണമെന്ന്, പ്രാർത്ഥനയിൽ കർത്താവിനോടുള്ള പറ്റുമാനത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വിരുദ്ധമായി ശത്രു കാറ്റുകൾ അടിക്കുമ്പോൾ അതിന്റെ മധ്യേ പടകിലിരുന്ന് വിടുവിക്കുന്ന സർവശക്തന്റെ കരം, ആ കരം നമ്മെ നടത്തുവാൻ ശക്തമെന്ന് ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രു തകർക്കുവാൻ നോക്കുമ്പോൾ, ഇല്ലാതാക്കുവാൻ നോക്കുമ്പോൾ, തളർത്തുവാൻ നോക്കുമ്പോൾ അപ്പുറത്തൊരു തുടക്കം കൽപ്പിക്കുമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. വെല്ലുവിളികൾ ഒടുക്കമല്ല, തുടക്കമെന്ന്, ചില ശുശ്രൂഷകളുടെ തുടക്കമെന്ന് പരിശുദ്ധ ആത്മാവ് കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് ദൈവാത്മാവ് സംസാരിച്ചല്ലോ. നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ നല്ല കർത്താവ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ നല്ല രാത്രികാലം അങ്ങയുടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ എല്ലാ ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ദൈവമേ അങ്ങയുടെ പത്യ ഉപദേശത്തിൽ നിലനിൽപ്പാന്, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൽ നിലനിൽപ്പാന്, അല്ലെങ്കിൽ അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാന് കർത്താവേ ഞങ്ങളെ സഹായിക്കേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ തുടക്കം അങ്ങ് തുടങ്ങുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. എവിടെ തകർക്കുവാൻ ശത്രു നോക്കുന്നുവോ അവിടെ പുതിയൊരു തുടക്കമാക്കി മാറ്റുമെന്ന് ദൈവാത്മാവ് കേൾപ്പിച്ചല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവൻ അടിക്കുന്ന പിഷറൻ കാറ്റുകളെ ദൈവമേ ശാസിച്ച് അങ്ങയുടെ മഹത്വം അടിയങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യ കരങ്ങളെടുത്തല്ലോ, അങ്ങ് ഞങ്ങളെ വിടുവിച്ചല്ലോ, ദൈവാത്മപ്രവൃത്തി വെളിപ്പെടുത്തിയല്ലോ. ഇന്ന് ഈ രാത്രികാല വിരളമായി വെല്ലുവിളിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും യേശുവിൻ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. കൃപയുടെ മറയ്ക്ക് പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവകൃപയുടെ മറയ്ക്കണമേ. നാളെ പകൽക്കാലത്തെ സൺഡേ സ്കൂളിനായി സ്തോത്രം, സഭായോഗത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ വലിയ വിടുതലുകളെ കർത്താവ് പിന്നെയും പകരം ദൈവാത്മപ്രവൃത്തി വെളിപ്പെടുത്തും. അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിലുള്ള വിടുതലുകൾ വെളിപ്പെടുവാൻ ദൈവാത്മാവിടെയാക്കും. അങ്ങയുടെ ദാസന്റെ മടക്കി യാത്ര ദൈവകൃപ കൽപ്പി ദൂതഗണത്തെ കാവലാക്കും. കർത്താവെ കുടുംബമായി കർത്താവ് ദൈവങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥനകൾ
കേട്ടല്ലോ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ കർത്താവിടെ പ്രാർത്ഥനനായി കരങ്ങളെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്തൃദാസനെ ശക്തിയോടെ കർത്താവ് കരങ്ങളെടുത്തനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമദോസവാസം കൂട്ടായ്മയെ നാം ഓർത്ത് പ്രാർത്ഥന വിഷമത്തിൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട ഭൂലോകത്തിന് വിഷമാറുമേലും വിശേഷാലിന്റെ രാത്രികാലം കടന്ന വിജനത്തുമേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്ന് രാത്രികാലം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.